ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ കണ്ടന്റ് എന്താ പറയുക, മോസ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ്. അപ്പം എല്ലാവർക്കും ഇതെന്താന്ന് ചില ആൾക്കാർക്ക് പിടി കിട്ടിയിട്ടുണ്ടാവും. ഇത് എന്ന് വിചാരിച്ചാല് ഈ ഒരു വീഡിയോ മെൻസിനും വിമൻസിനും എല്ലാവർക്കും റിലേറ്റബിൾ ആണ്. അപ്പം അതിനകത്തുള്ള സാധനമാണ് ഇത്. അപ്പൊ ഇതെല്ലാവർക്കും എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് മെൻസ്ട്രൽ കപ്പ്. ഓക്കെ, മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വിമൻസ് ഇപ്പൊ പാഡ് അധികം ആളിപ്പോ പാഡാ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പാഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ചില ആൾക്കാർക്ക് അലർജി ഉണ്ടാവും. ചില ആൾക്കാർക്ക് അത് ബ്ലഡിന്റെ ഫ്ലോ പോകുന്ന അനുസരിച്ചിട്ട് അത് ഫുള്ളും എന്താ പറയാ നമുക്കൊരു ഇറിറ്റേറ്റബിൾ ആവും. പിന്നെ നമുക്ക് സ്വിമ്മിംഗ് പൂളിലൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റൂല, പാഡ് ഇട്ടുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. എനിക്കൊരു അനുഭവം ഉണ്ടായതാണ്, പാഡ് ഇട്ടിട്ട് ഇറങ്ങാൻ കഴിയില്ല. പിന്നെ നമുക്കൊരു നമുക്ക് ചാടാനും ഓടാനും ഒന്നിനും പറ്റാത്ത അവസ്ഥയായിരിക്കും പാഡ് യൂസ് ചെയ്തിട്ട് നമ്മള് എങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പൊ ഇത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോ മോസ്റ്റ്ലി 3 years ആവാനായി, 2-3 years ആവാനായി. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ചില ആൾക്ക് ഇത് എങ്ങനെയാണെന്ന് യൂസ് ചെയ്യാനൊന്നും പോലും അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്മള് ഇപ്പൊ ഞാൻ പാഡ് ഒഴിവാക്കിയിട്ട് കുറേയായി. ഇപ്പൊ ഞാൻ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2-3 years ആയി. 2 കൊല്ലം 3 കൊല്ലം എന്തായാലും ആയിട്ടുണ്ടാവും. അപ്പോ ഇത് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം എന്താ പറയാ, അപ്പൊ ഇതുപോലത്തെ വേറെ കുറെ പ്രോഡക്ട്സ് ഉണ്ട്. കാർമീസിന്റെതും ഉണ്ട്, മെൻസ്ട്രൽ കപ്പ് ഉണ്ട്. അപ്പം ഏതാ നല്ല വെച്ചാൽ വാങ്ങിക്കാം. അപ്പം ഇത് ചില ആൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇതിങ്ങനെ ഇൻസേർട്ട് ചെയ്യേണ്ടി. അപ്പോ ഞാൻ ഇതെങ്ങനെ ഇൻസേർട്ട് ചെയ്യാന്ന് വെച്ചാൽ, എനിക്ക് മുന്നേ ഭയങ്കര ഒരു എന്താ പറയാ, എനിക്കിത് ശരിക്കും പറഞ്ഞാൽ എനിക്കിത് സ്യൂട്ട് ആവാറില്ല. ഞാൻ പാഡ് യൂസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ്. സോ എനിക്ക് ഇത് എങ്ങനെയാ യൂസ് ചെയ്യേണ്ട പോലും എനിക്കറിയില്ല. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാ, ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മള് ആദ്യം ഈ സാധനം എങ്ങനെ ഉണ്ടാവാം. ഓക്കെ, ഇത് റബ്ബറാണ്, ഇതൊന്നും ആവില്ല, കീറിപ്പോ ഒന്നും ആവില്ല. അപ്പോ ഇത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ആദ്യം നമുക്ക് കുറെ മോഡൽ നമുക്ക് വെക്കാൻ പറ്റും. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന മോഡൽ പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യാ, ഇങ്ങനെ ആക്കാം. ഈ ഒരു കപ്പ് ഇങ്ങനെ ആക്കിയിട്ട് ആദ്യം ഇങ്ങനെ ഒരു ഫോൾഡ് കൊടുക്കുക, എന്നിട്ട് പിന്നെയും ഒരു ഫോൾഡ് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടും. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. വേജിനയിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് കയറും. ഇനിയിപ്പോ അത് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, നല്ല കറക്റ്റ് പൊസിഷനിൽ വെക്കണം. പക്ഷെ എടുക്കുവാണെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു നിബ് കണ്ടോ നിങ്ങൾ, ഈ ഒരു നിബാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അത് ഊരുന്ന സമയം മെല്ലെ നമ്മൾ ഈ ഒരു സാധനം വലിച്ചിട്ട് വേണം ഊരാൻ. ഓക്കെ, അപ്പൊ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു 500 റേഞ്ചിലാണ് കിട്ടാൻ. എനിക്കൊരു 500-നാണ് ഈ സാധനം വാങ്ങിച്ചത്. ഇപ്പൊ ഓൺലൈനിലാണെങ്കിൽ പൈസ കുറവുണ്ട്. പിന്നെ നമ്മള് വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങിക്കുമ്പോൾ ഓരോ ഇതിന് ഓരോ റേറ്റ് ആണ്. ഓക്കെ, ഇതിന്റെ ബ്രാൻഡൊന്നും എനിക്കറിയില്ല. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിപ്പോ ഇതിനാ വാങ്ങിച്ചിട്ട് 1 കൊല്ലം ആവാനായി. ഓക്കെ, ഇവിടെ വന്നപാട് വാങ്ങിച്ചതാണ്. അപ്പോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. അതായത് നമ്മളിപ്പോ പാഡ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കെടുക്കെ മാറ്റുന്ന ടെൻഡൻസി വരും. പക്ഷെ ഈ ഒരു സാധനം വെരി ബെസ്റ്റ് ആണ്. കാരണം ഇത് നമ്മൾ അങ്ങനെ എടുക്കെടുക്ക് മാറ്റേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മളിപ്പോ ട്രാവലിംഗ് പോകുന്നതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാം. ഇപ്പൊ നമുക്കൊരു ബേജാറുണ്ടാവും, മാറ്റിയിട്ടില്ല, ഓരോ ഹവർ നമ്മൾ മാറ്റേണ്ട വരും. പാഡ് ആണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റണം. പക്ഷെ ഈ ഒരു സാധനം നമ്മൾ മാറ്റണ്ട. ഓക്കെ, മാറ്റാണ് നമ്മൾ എത്ര 1 hour എത്ര ഹവർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ വാഷ്റൂമിൽ നമ്മൾ ഇത് എങ്ങനെയാ ഫുള്ളായി എങ്ങനെ തിരിയാന്നറിയോ, നമ്മൾ വാഷ്റൂമിൽ പോയിക്കഴിഞ്ഞാൽ നമ്മള് ബാത്റൂമിൽ പോകുമ്പോ കൂടെ ആ പീരിയഡ്സിന് ബ്ലഡ് പോകുന്ന സമയം പോയിക്കഴിഞ്ഞാൽ നമുക്ക് തിരിയും ഇത് ഫുള്ളാണ്. ഇത് നമ്മൾ മെല്ലനെ ഊരുക. ചില ആൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത് അതിന്റെ അകത്ത് വേജിനിൽ അകത്ത് കയറുന്നു. പക്ഷെ അകത്ത് കയറൂല, അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അകത്ത് കയറിയാൽ തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ആയിട്ട് ഇത് പുറത്തെടുക്കാൻ പറ്റും. സോ ഡോണ്ട് വറി ഇതിനെപ്പറ്റി. ഇത് അകത്താവോ, ഇത് കുടുങ്ങിപ്പോ, അങ്ങനത്തെ ഒരു ബേജാറേ ഇല്ല. പിന്നെ ഇത് ഹൈജീനിക് ആണ്. അതായത് നമ്മൾ പാഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കത്തിച്ച് കളയണം, ഡിസ്പോസ് ചെയ്യണം. ഇത് ഡിസ്പോസ് ഒന്നും ചെയ്യണ്ടായി. നമ്മൾ ഇത്രേ ക്വാണ്ടിറ്റി കയറുള്ളൂ, ഇത്ര ബ്ലഡ്. ഓരോരോ ഏജ് ഗ്രൂപ്പിന് ഓരോ ഇതാണ്. എനിക്കിപ്പോ 20 years ആയതുകൊണ്ട് എനിക്കിനി അടുത്ത കൊല്ലം ഇതിപ്പോ ഞാൻ സ്മോളാ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഓരോ ഏജ് ഗ്രൂപ്പിന് ഓരോ ഇതാണ്. എനിക്ക് 20 years ആയി. അപ്പൊ എനിക്ക് നെക്സ്റ്റ് ടൈം ഞാൻ വാങ്ങിക്കുന്നത് മീഡിയമാ വാങ്ങിക്കാൻ പോകുന്നത്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ എന്താക്കിയത് പൊട്ടൂല. ഭയങ്കര സിലിക്കോണും റബ്ബറും ആണ്, കണ്ട ഒന്നും ആവൂല. അപ്പൊ നമ്മള് ആഫ്റ്റർ പീരിയഡ്സ് നമ്മൾ എന്ത് ചെയ്യാ, ഇത് നമ്മള്
പീരിയഡ്സിന് ആവുന്ന മുന്നേ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റെറിലൈസ് ചെയ്യും. നല്ലോണം ചൂടുവെള്ളത്തിൽ സ്റ്റെറിലൈസ് ചെയ്തിട്ട് നല്ല തുടച്ചു വെക്കുക. അല്ലെങ്കിൽ തുടക്കാണ്ട് നമ്മൾ അൽമാരിയിൽ വെച്ചാൽ ഇത് പൂപ്പിൽ പിടിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആഫ്റ്റർ പീരിയഡ്സ് നമ്മൾ എന്ത് ചെയ്യും, ഇത് നല്ലോണം സ്റ്റെറിലൈസ് ചെയ്യണം. വാഷ് ചെയ്ത് ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. ജസ്റ്റ് കുറച്ച് സമയം 10-15 മിനിറ്റ്സ് ഇതൊന്ന് ഹോട്ട് വാട്ടറിൽ ഇട്ട് വെച്ചാൽ മതി. നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ നല്ലോണം വൈപ്പ് ചെയ്യാം. നമ്മൾ സേഫ് ആയിട്ട് ആ ക്യാരി ബാഗ് ഉണ്ടല്ലോ, ഞാനിപ്പോ കാണിച്ചു ക്യാരി ബാഗിൽ ഇട്ട് വെക്കാം. ഇത് നമുക്ക് പിന്നെ ട്രാവലിംഗ് ഭയങ്കര ഈസി ആയിട്ടുള്ള സാധനം. അത് മാത്രം നമ്മളിപ്പോ സ്വിമ്മിംഗ് പൂളിലോ വാട്ടർ തീം പാർക്കിലോ ബീച്ചിലോ എവിടെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുമ്പോൾ നമുക്കൊരു യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം ഈ സാധനം വെരി ഫ്ലെക്സിബിൾ. ഇത് അങ്ങനെ ലീക്ക് ആവോ, ചില ആൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഓ പീരിയഡ്സ് ഓവർ ആയത് ലീക്ക് ആവോ, അങ്ങനത്തെ ഒരു ഇതും വേണ്ട. കാരണം ഞാൻ യൂസ് ചെയ്ത ആളാ, യൂസ് എപ്പോഴോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഇത്. അപ്പൊ ഇത് ഞാൻ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ആക്ച്വലി എന്റെ വീട്ടിൽ നിന്ന് എനിക്കിത് എങ്ങനെ യൂസ് ചെയ്യേണ്ട പോലും അറിയില്ല. അപ്പം എന്റെ ഹസ്ബൻഡ് മുന്നേ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് അങ്ങനെ യൂസ് ചെയ്യണ്ടേ, എങ്ങനെ യൂസ് ചെയ്യണ്ടേ. പിന്നെ ലേറ്റർ എന്റെ പപ്പന്റെ സിസ്റ്ററിന്റെ മോളും ഡോക്ടറാണ്. അപ്പൊ അവരെനിക്ക് പറഞ്ഞു തന്നത് ഇതിങ്ങനെ യൂസ് ചെയ്യണ്ടേ. സിറ്റിംഗ് പൊസിഷനല്ലോ, സിറ്റിംഗ് പൊസിഷൻ പറയുമ്പോൾ സിറ്റിംഗ് പൊസിഷൻ നമ്മൾ എന്ത് ചെയ്യാം, നമ്മള് സ്ക്വാറ്റ് പൊസിഷനിൽ ഇരിക്കാം. ഓക്കെ, ഇപ്പം എന്താ മലയാളത്തിൽ പറയാം, സ്പ്ലിറ്റ് ആയിട്ട് ഇരിക്കാം. സ്പ്ലിറ്റ് ആയിട്ട് ഇരുന്നിട്ട് ഇത് അങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്, ഈസി മെത്തേഡ് പറഞ്ഞാൽ നമ്മള് ടോയ്ലറ്റിൽ ഇരിക്കുക. ടോയ്ലറ്റിൽ ഇരുന്നിട്ട് ഈ സാധനം ഞാൻ പറഞ്ഞ പോലത്തെ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് അതിനകത്ത് കയറ്റാം. ഓക്കെ, അകത്ത് കയറ്റി കഴിഞ്ഞാല് നമുക്ക് വേഗം ഇതകത്ത് കയറുകയും ചെയ്യും, നമുക്കത് പുറത്തെടുക്കാനും ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ യാതൊരു കാരണവശാലും പേടിക്കണ്ട. വെരി നൈസ് പ്രൊഡക്റ്റ്, മസ്റ്റ് ബൈ ആണ്. അപ്പോ എല്ലാരും വാങ്ങിക്കാൻ നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക വാങ്ങിച്ചിട്ട്. അപ്പം നല്ലൊരു സാധനമാണ് ഇത്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ தெரியும். ഇതിന്റെ കളേഴ്സ് വൈറ്റ് വരുന്നുണ്ട്, വേറെ കളർ എനിക്കറിയില്ല. വൈറ്റ് മോസ്റ്റ്ലി ഈ കളേഴ്സ് ആണ് അവൈലബിൾ. ഞാൻ കണ്ടതും കൂടുതൽ ഈ കളറാണ്. സോ എല്ലാവരും വാങ്ങിക്കാൻ നോക്കാം. ഓക്കെ, താങ്ക് യു.